അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഉത്രാടത്തിൻ്റെ ആദ്യപാദം, ഇതാണ് ധനുക്കൂറിൽ വരുന്നത്. 5-ാം ഭാവത്തിൽ ആണ് ചൊവ്വ. മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് പോകുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുന്നു. അവർക്ക് ബുദ്ധികൂർമ്മത അഥവാ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ പുഷ്ടി ഉണ്ടാവുക, ബുദ്ധിശക്തി കൂടുക, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ നന്നാവുക, തീരുമാനിക്കാനുള്ള ഒരു പവർ അഥവാ ശക്തി ഇതൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അവനവൻ്റെ പ്രവർത്തന മേഖലയിലോ തൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ഉണ്ടാവുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മേഖലകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും. ബുധൻ 14-ാം തീയതിക്ക് ശേഷം മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് മാറുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള രീതി കർമ്മമേഖലയിൽ ഉണ്ടാവും. ആ പ്രായോഗികക്ഷമത കൂടുതലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മഫലം നല്ലതാവാൻ സാധ്യതയുണ്ട്. സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ലാഭങ്ങളുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് മക്കളുമായിട്ടുമൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള ബന്ധം, അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പൊതുവേ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ആണ് ഉണ്ടാകുന്നത്. ആരോഗ്യപരമായിട്ടും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, രോഗാവസ്ഥകളൊന്നും കാണുന്നില്ല. എന്നാൽ ഭക്ഷണം മുഖാന്തരം ഉണ്ടാകുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ, അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് വ്യാഴഗ്രഹത്തിന് ഗ്രഹശാന്തി ചെയ്യുന്നത് നല്ലതാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതുപോലെ അവിടെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യും. ഗുരു സ്ഥാനത്തുള്ളവർക്ക് ഇതുപോലെ വസ്ത്രദാനം ചെയ്യുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും നല്ല ഫലം ഉണ്ടാക്കുന്നതാണ്.